ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ സാമ്പാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി കാണാം. രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. കുക്കറിൽ ഇങ്ങനെ സാമ്പാർ വെക്കുന്ന സമയത്ത് മറ്റൊരു പ്രത്യേകതയും കൊണ്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുറുകി കിട്ടും. സാമ്പാറിൽ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് അതിൻ്റെ വിറ്റാമിൻസ് എല്ലാം നമുക്ക് നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുക്കറിനകത്ത് എളുപ്പത്തിന് എങ്ങനെ സാമ്പാർ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോക്കകത്തോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ കുക്കറിനകത്ത് 100 സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു തക്കാളി നീളത്തിന് അരിഞ്ഞത്, 2 പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയിൽ സവാള ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയുടെ എണ്ണം ഒന്ന് കുറച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാറിന് ചെറിയൊരു മധുരം അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനകത്തോട്ട് പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേകുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കട്ട കായമാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ സാമ്പാർ പൊടി, സാമ്പാർ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പാർ നല്ല എരിവുണ്ടെങ്കിൽ കൂട്ടാൻ അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ പൊടികളെല്ലാം ഇവിടെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഞാൻ അതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പച്ചക്കറി വേവുന്നതിനായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഞാനിവിടെ അങ്ങനെ തന്നെ അടച്ച് വെക്കുകയാണ്. കുക്കറിനകത്തായതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ പൊടികളെല്ലാം പച്ചക്കറിയിലോട്ട് നല്ലതുപോലെ പിടിച്ചോളും. ഇവിടെ 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സാമ്പാർ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പൊടികളെല്ലാം നല്ലതുപോലെ പച്ചക്കറിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പച്ചക്കറി ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറിയൊന്നും കൂട്ടാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിൽ തയ്യാറാക്കി പച്ചക്കറികളെല്ലാം ഉടച്ച് സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അവർ കഴിച്ചോളും. അതുകൊണ്ട് തന്നെ പച്ചക്കറികളുടെ വിറ്റാമിൻസ് എല്ലാം കുട്ടികൾക്ക് നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും. കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് കുറുകി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനായിട്ടൊരു താളിപ്പ് തയ്യാറാക്കാം. ഇനി മറ്റൊരു പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുകെല്ലാം അവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പാറിനകത്തോട്ട് ചേർത്തിളക്കി നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ അടിപൊളി സാമ്പാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.